കഴിഞ്ഞ ദിവസം ഇന്നലെയാണോ ഞാൻ ഒരു പോസ്റ്റ് കണ്ട ആദരാഞ്ജലികൾ എന്ന് പറയുന്നത്. ഇവരോടൊക്കെ എനിക്കൊന്നും പറയാനില്ല. എല്ലാവരും പ്രാർത്ഥിക്കണം. കുറച്ച് സീരിയസ് കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ അറിഞ്ഞത് വെച്ച് എൻ്റെ കണ്ടീഷൻ കുറച്ച് സീരിയസ് മോശമാണ്. ഇനിയിപ്പോൾ ഞാൻ ശവപ്പെട്ടിക്കകത്ത് കിടക്കുന്ന ഫോട്ടോ വരെ ഇടും. അങ്ങനെയാണ് ആൾക്കാരെ വെച്ചിട്ട് അത് വരെ ഇടും. അപ്പോൾ അവരെ പറ്റി മരണതുല്യമായ ഒരു രോഗം വന്ന റെസ്റ്റ് ഇൻ പീസ് എന്ന് ആദ്യമേ ഇടുന്ന മനുഷ്യരെ പറ്റി ഇതിനെയും കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. റെസ്റ്റ് ഇൻ പീസ്, എനിക്ക് കൈ ഇത്രേ പൊങ്ങത്തുള്ളൂ വേദനയായിട്ട്. റെസ്റ്റ് ഇൻ പീസ് എന്നൊക്കെ പറഞ്ഞാണ് ഇട്ടേക്കുന്നത്. അത് ഏത് മകനാണോ ആ ഇട്ടേക്കുന്നതെങ്കിൽ ആ മകനോട് എനിക്ക് യാതൊരുവിധ പ്രശ്നമില്ല. കാരണം അവൻ്റെ റീച്ചിന് വേണ്ടിയിട്ട് അവൻ ചെയ്തതാണ്. ആരും ഇനി ഇതുപോലെ ജീവനോടിരിക്കുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല എൻ്റെ അസുഖത്തിന് വേണ്ടി പിരിക്കണം എന്ന് ഒന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതിലെ അസ്വസ്ഥകളും ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. നല്ല പെയിനാണ്. ഹലോ, ഐ ആം മുകേഷ് മാധവ്. ഇവിടെ രേണുസുതി പറയുന്നതിൻ്റെ തൊട്ട് തന്നെ മരണതുല്യമായ രോഗം വന്നു കഴിഞ്ഞാൽ അയാൾ മരിച്ചു എന്ന തരത്തിൽ പോസ്റ്റുകൾ ഇടുമ്പോൾ അതിനെ ഏതർത്ഥത്തിൽ ന്യായീകരിക്കാൻ കഴിയും? ഇത് നിങ്ങളുടെ വീട്ടിലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾക്കതിനെ ന്യായീകരിക്കാൻ കഴിയുമോ? ഇവിടെ രേണുവിനെക്കുറിച്ച് അങ്ങനത്തെ പോസ്റ്റ് തയ്യാറാക്കിയാലും ആരും ചോദിക്കാൻ ചെല്ലത്തില്ലെന്ന് അറിയാം. പക്ഷേ രേണുവിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ക്രിറ്റിസൈസ് ചെയ്യാൻ മാത്രം ആളുകൾ വരും. അതായത് തെറ്റുകൾ മാത്രം കണ്ടുപിടിച്ച് ക്രിറ്റിസൈസ് ചെയ്യുക. അതായത് തെറ്റുകൾ സംഭവിക്കുമ്പോൾ വിമർശിക്കാൻ വേണ്ടി മാത്രം കുറേ പേർ. അവിടെയൊക്കെ ആലോചിക്കേണ്ടത്, രേണു ഇതിനും വേണ്ടി വലിയ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടോ? പക്ഷെ പലരും രേണുവിനെ കാണുന്നത് എന്തൊക്കെയോ വലിയ കുറ്റങ്ങൾ ചെയ്ത ഒരു വ്യക്തിയെ പോലാണ്. അതായത് ഒരു പീഡനം നടത്തിയ വ്യക്തിയെപ്പോലെ, ഇല്ലെങ്കിൽ കുഞ്ഞിനെ കൊന്നു കളഞ്ഞ അമ്മയെപ്പോലെ, അതുമല്ലെങ്കിൽ ഭർത്താവിനെ കാമുകനൊപ്പം ചേർന്ന് കൊലപ്പെടുത്തിയ ഒരു സ്ത്രീയെപ്പോലെയൊക്കെയാണ് പലരും രേണുസുതിയെ കാണുന്നത്. പക്ഷേ അവിടെയൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ടത്, രേണുവിൻ്റെ 2 കുട്ടികളെയും രേണുവിന് പറ്റുന്നത് പോലെയൊക്കെ നോക്കിയിരുന്നു. ആ ഇളയ കുഞ്ഞിനെ ഇപ്പോഴും രേണുവാണ് സംരക്ഷിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ്, ആ കുടുംബത്തെ മുഴുവൻ നോക്കുന്നതും രേണു തന്നെയാണ്. പിന്നെ രേണുവിൻ്റെ വേഷവിധാനങ്ങൾ, ഇല്ലെങ്കിൽ ആൽബങ്ങളിലൊക്കെ ചെയ്യുന്ന അഭിനയം, അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കും പലരും വെറുക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ, അതും ക്യാൻസർ പോലൊരു രോഗം വന്നു കഴിഞ്ഞാൽ അവരെ ഈ രീതിയിൽ കൊല്ലാക്കൊല ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ജീവനോടിരിക്കുന്ന ആളെ മരിച്ചു എന്ന തരത്തിൽ പോസ്റ്റർ ഇടുമ്പോൾ അതിനെയൊക്കെ ഇപ്പോഴും ന്യായീകരിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്കൊട്ടും അംഗീകരിക്കാൻ കഴിയുന്നില്ല. പലരും പറയുന്നുണ്ട്, നീ എന്തിനാണ് രേണുവിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുന്നത്, നീ മാത്രമാണല്ലോ ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നത് എന്നുള്ള തരത്തിലുള്ള കുറേ കമൻറ്റ് ഞാൻ കണ്ടു. ഇവിടെയൊക്കെ അവരോട് എനിക്ക് പറയാനുള്ളത്, എനിക്കെന്ത് തോന്നുന്നു അതേ ഞാൻ ചെയ്യാറുള്ളൂ. എനിക്ക് രേണു വലിയ തെറ്റുകളൊന്നും ചെയ്തതായിട്ട് തോന്നുന്നില്ല. പിന്നെ ചെറിയ തെറ്റുകൾ സംഭവിക്കുക എന്നുള്ളത് അത് മനുഷ്യ സഹജമാണ്. അതുകൊണ്ട് തന്നെ തെറിവിളികൾ കിട്ടിയാലും ഈ സമയത്ത് രേണു എന്ന് പറയുന്ന വ്യക്തിയെ മോശം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി ഇതിൽ നിന്നൊക്കെ ഭേദമായി ക്രിറ്റിസൈസ് ചെയ്യണമെന്ന് തോന്നുന്ന സമയത്ത് ക്രിറ്റിസൈസ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇപ്പം ഈ അവസ്ഥയിൽ രേണുസുതി മരിച്ചു എന്ന തരത്തിൽ പോസ്റ്റ് ഇടുന്നതിനെയൊന്നും ഞാൻ ഒരിക്കലും അനുകൂലിക്കുന്നില്ല. അവിടെയൊക്കെ പലരും പറയുന്നുണ്ട്, നമ്മുടെ സംസ്കാരത്തിന് ചേർന്ന രീതിയിലല്ല രേണുവിൻ്റെ വേഷം, രേണുവിൻ്റെ അഭിനയം, ഇതൊക്കെ പലരും കണ്ടുപഠിക്കില്ലേ എന്നുള്ള രീതിയിലുള്ള പല ചോദ്യങ്ങളും. അവിടെ എനിക്കും അവരോടൊക്കെ ചോദിക്കാനുള്ളത് ഇത് തന്നെയാണ്. ഒരാളൊരു രോഗിയായ അവസ്ഥയിൽ, അതും ക്യാൻസർ പോലെ ഒരു രോഗത്തിൻ്റെ ചികിത്സയിലിരിക്കുന്ന ഒരു രോഗിയെ ഈ രീതിയിലൊക്കെ ചിത്രീകരിക്കുന്നത് ശരിയാണോ? ഒരാൾക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ അയാൾ മരിച്ചു എന്ന തരത്തിൽ പോസ്റ്റ് ഇടുന്നതൊക്കെ നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എത്രയോ ആളുകൾ കൊടും ക്രിമിനൽ തെറ്റുകൾ ചെയ്തിട്ട് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ വിലസി നടക്കുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ രേണുസുതിയെപ്പോലെ ഒരാളെ മാത്രം ഒരുപക്ഷെ അവർ ഈ രോഗാവസ്ഥയിലല്ലെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ ന്യായീകരിക്കാമായിരുന്നു. പക്ഷേ ഈ അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവരുടെ കുടുംബത്തെ, ഇല്ലെങ്കിൽ ആ കുട്ടി കാണുകയാണെങ്കിൽ എന്തുമാത്രം വേദനയായിരിക്കും ഉണ്ടാക്കുന്നത്. പലരും പറയാറുണ്ട്, എവിടെ കാണിക്കുന്നത് കണ്ട് കുട്ടികൾ എന്ത് വിചാരിക്കുമെന്ന്. പക്ഷേ അതിലും അപ്പുറം വേദനയായിരിക്കും ഇങ്ങനെയുള്ള പോസ്റ്റുകൾ തയ്യാറാക്കുന്നതും അവരുടെ അമ്മയ്ക്ക് ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞുള്ള പോസ്റ്റുകൾ കാണുന്നതും. അതിനപ്പുറം വേദന അവർക്കുണ്ടാവത്തില്ല. എന്തായാലും ഇതിനെക്കുറിച്ച് രേണുസുതി തന്നെ പറയുന്നുണ്ട്, ഒരാൾ രോഗാവസ്ഥയിൽ ഇരിക്കുമ്പോൾ അയാൾക്ക് ഇതൊക്കെ കാണേണ്ടി വരുന്ന അവസ്ഥ അതൊരു മോശം അവസ്ഥ തന്നെയാണ്. അവിടെ രേണുസുതി വിചാരിക്കും, ഈ അവസ്ഥയിലായിട്ട് പോലും ഇവരെന്നെ വെറുതെ വിടുന്നില്ലല്ലോ, ഇപ്പോഴെങ്കിലും കുറച്ച് മനസ്സമാനം തന്നുകൂടെ എന്നുള്ളൊരു ചിന്ത വരും. അതുകൊണ്ട് തന്നെയായിരിക്കാം പല യൂട്യൂബേഴ്സും, അവരോട് ശത്രുതയുള്ള, അവർ കേസ് കൊടുത്ത പല യൂട്യൂബേഴ്സും ഇപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുന്നത്. അതിനൊക്കെയാണ് പറയുന്നത് ഒരു മനുഷ്യത്വം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ ശത്രുക്കൾ പോലും രേണുസുതിയുടെ ഈ അവസ്ഥ കണ്ട് വിഷമിക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റു ചിലർ വളരെ മോശമായിട്ട് ഇങ്ങനെ ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും രേണുസുതി തന്നെ ഇപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് കേട്ടു നോക്കാം. ഇന്നലെയാണോ ഞാൻ ഒരു പോസ്റ്റ് കണ്ട ആദരാഞ്ജലികൾ എന്ന് പറയുന്നത്. ഇവരോടൊക്കെ എനിക്കൊന്നും പറയാനില്ല. കാരണം ഇവർ പണ്ടേ ശങ്കരൻ തെങ്ങിൽ എന്ന രീതിയിൽ അവർ വീണ്ടും വീണ്ടും അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ ഞാൻ ശവപ്പെട്ടിക്കകത്ത് കിടക്കുന്ന ഫോട്ടോ വരെ ഇടും. അങ്ങനെയാണ് ആൾക്കാരെ വെച്ചിട്ട് അത് വരെ ഇടും. അപ്പോൾ അവരെ പറ്റി ഒന്നും എനിക്ക് പറയാനില്ല. അവരോടൊക്കെ ദൈവമേ ക്ഷമിക്കണേ. അവരുടെ വീട്ടിലൊന്നും ഇങ്ങനെ വരരുതേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആദരാഞ്ജലികൾ രേണു, റെസ്റ്റ് ഇൻ
റെസ്റ്റിൻ പീസ്. എനിക്ക് കൈ ഇത്രേ പൊങ്ങത്തുള്ളൂ വേദനയായിട്ടെ. ഇവിടെ രേണുസുതി പറയുന്നതിൻ്റെ തൊട്ട് ഈ രീതിയിലൊക്കെ പോസ്റ്റ് ഇടുന്നവരുണ്ടെങ്കിൽ അവരവരുടെ കുടുംബത്തും ഇങ്ങനൊരു അവസ്ഥ വരികയാണെങ്കിലും ഇത് തന്നെ ചെയ്യും. കാരണം അവർക്കൊന്നും അതിലൊരു വിഷമവും തോന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. നമ്മൾ പല കാര്യങ്ങളിലും രേണുസുതിയെ വിമർശിച്ചിട്ടുണ്ട്. അതിനെയൊക്കെ വിമർശനമായിട്ട് മാത്രം കാണാം, അല്ലാതെ രേണുവിനോട് പ്രത്യേക വൈരാഗ്യമൊന്നും തോന്നിയിട്ടല്ല. ചില കാര്യങ്ങളൊക്കെ കാണുമ്പം ഇത് വേണമായിരുന്നോ, ഇത് മോശമായി പോയി എന്ന തോന്നൽ നമുക്കുണ്ടാവും. അത് നമ്മൾ എടുത്തു പറയുകയും ചെയ്യും. എന്ന് കരുതി രേണുസുതി നമ്മുടെ ശത്രുവാണ് എന്ന തരത്തിലല്ല നമ്മൾ പറയുന്നത്. അത് ആര് ചെയ്താലും ആർക്കും പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട്. അത് നമുക്ക് കിട്ടുന്നൊരു സ്വാതന്ത്ര്യമാണ്, അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. എന്ന് കരുതി ഈ ഒരു രോഗാവസ്ഥയിലും അവരെ മോശമാക്കിക്കൊണ്ട് പോസ്റ്റ് ഇടുകയും അവരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് വാക്കുകൾ ഉതിർക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവരൊക്കെ ഏത് സംസ്കാരമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചിന്തിച്ചു പോവും. അവർക്കൊന്നും ഇത് കാണുമ്പോൾ ഒട്ടും വേദന ഇല്ലയോ, എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നതെന്ന് ചിന്തിച്ചു പോവും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കുറേ ആളുകളുണ്ട്. അത് നമുക്ക് ചില കമൻസ് എടുത്ത് നോക്കിയാലും മനസ്സിലാവും. ഒരു രോഗം വന്നാലോ അല്ലെങ്കിൽ മരണം വന്നാലോ ഒക്കെ അവരെ വീണ്ടും ക്രൂശിക്കുക എന്ന് പറയുന്നത് എന്തവസ്ഥയാണ്? എല്ലാവരും മനുഷ്യരാണ്, തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരും കാണത്തില്ല. നമുക്ക് അഭിപ്രായം പറയാവുന്നേ ഉള്ളൂ, കൊള്ളത്തില്ല അല്ലെങ്കിൽ കാണിച്ചത് ശരിയായില്ല എന്ന് പറയാം. അതിനപ്പുറം ഒരു വ്യക്തിക്കൊരു അവസ്ഥ വരുമ്പോൾ, മരണതുല്യമായിട്ടുള്ള അവസ്ഥകൾ വരുമ്പോൾ അവരെ ഏത് രീതിയിലാണ് നമ്മൾ കാണേണ്ടത്? ഇവിടെ പലപ്പോഴും പലരും കണ്ടന്റ് ചെയ്യുന്നതും രേണുവിനെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നതും ഒക്കെ റീച്ചിന് വേണ്ടി തന്നെയാണ്. കാരണം രേണു തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വീഡിയോ ഇടൂ, നിങ്ങൾക്ക് ഇഷ്ടം പോലെ വ്യൂസ് കിട്ടുമെന്ന്. അത് ശരിയായുള്ള കാര്യം തന്നെയാണ്. രേണുവിൻ്റെ നെഗറ്റീവ് പറഞ്ഞ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പേര് കാണാൻ ആളുണ്ട്. എന്ന് കരുതി ഈ ഒരു അവസ്ഥയിൽ നെഗറ്റീവ് പറയുകയാണെങ്കിൽ അത് കൂടുതൽ പേരും കണ്ടു നിൽക്കത്തില്ല, പലരും പ്രതികരിച്ചെന്ന് തന്നെ ഇരിക്കും. എന്ന് കരുതി രേണു കാണിക്കുന്നതെല്ലാം ശരിയാണ് എന്നല്ല അതിൻ്റെ അർത്ഥം. അത് ആ അവരുടെ അവസ്ഥ കണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ തീരുമാനം മാറ്റുന്നതാണ്. എത്ര ശത്രുവായാൽ തന്നെ അയാൾക്കൊരു മോശം അവസ്ഥ വരുമ്പോൾ അയാളെ വീണ്ടും ഉപദ്രവിക്കുക എന്നുള്ളത് ശരിയായുള്ള കാര്യമാണോ? ഇവിടെ എനിക്ക് മനസ്സിലാവുന്നത് പലർക്കും രേണുവിനോട് നല്ല രീതിയിലുള്ള ശത്രുതയുണ്ട് എന്ന് തന്നെ കരുതണം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം രേണുവിന് ഈ അവസ്ഥയിലും ഇങ്ങനെയുള്ള പോസ്റ്റുകൾ കാണേണ്ട അവസ്ഥ വന്നത്. അവിടെയൊക്കെ രേണുസുതി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, തൻ്റെ പേരിൽ പണപ്പിരിവ് നടത്തുന്നു, താൻ അറിയാതെ തൻ്റെ പേരിൽ തൻ്റെ രോഗാവസ്ഥ കാണിച്ച് പണപ്പിരിവ് നടത്തുന്നു. അങ്ങനെയും കുറേ പേര് ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇനി അവരൊക്കെ ജെനുവിനാണോ എന്ന് അറിയത്തില്ല. പക്ഷെ ജെനുവിനായിട്ടാണെങ്കിലും രേണുസുതി എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ, ഇല്ലെങ്കിൽ അവർക്കത് ആവശ്യമില്ലെങ്കിൽ ഇങ്ങനെ പണപ്പിരിവ് നടത്തേണ്ട ആവശ്യമുണ്ടോ? കാരണം നാളെ ഇതിനകത്ത് എന്തെങ്കിലും ഒരു സ്കാമോ വല്ലതും നടന്നിട്ടുണ്ടെങ്കിൽ അതും രേണുസുതിയുടെ മണ്ടയിൽ തന്നെ ആയിരിക്കും വന്നു ചേരുന്നത്. രേണുസുതി ചികിത്സയുടെ പേരിൽ പണപ്പിരിവ് നടത്തി എന്ന തരത്തിലൊക്കെ ഓരോരുത്തർ തെറ്റായിട്ട് വ്യാഖ്യാനിക്കും. ആ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കണം രേണുസുതി ഇപ്പം പറഞ്ഞത്, എൻ്റെ പേരിൽ ആരും പണപ്പിരിവ് നടത്തണ്ട, ആർക്കെങ്കിലും എന്നെ സഹായിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എൻ്റെ മാനേജറെ കോൺടാക്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ എന്നെ നേരിട്ട് വന്ന് കാണുക. അതാണ് രേണുസുതി ഇപ്പം പറഞ്ഞിരിക്കുന്നത്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇതിൻ്റെയൊക്കെ പഴി അവസാനം കേൾക്കേണ്ടി വരുന്നത് രേണുസുതി ആയിരിക്കും. അതും ഇങ്ങനൊരു അവസ്ഥയിൽ കിടക്കുമ്പോൾ അത്ര ശക്തി കാണത്തില്ല. പഴയതുപോലെ എതിർത്ത് എന്ന് പറയാൻ അത്ര തൻ്റെ ഇടവും അതുപോലെ തന്നെ മാനസികാവസ്ഥയും ശരിയായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ അവസ്ഥയിലും രേണുസുതി എന്ന് പറയുന്നത് എൻ്റെ പേരിൽ പണപ്പിരിവ് നടത്തണ്ട, അതെൻ്റെ അറിവോടുകൂടിയും അല്ല എന്ന് എടുത്തു പറയുന്നത്. എന്തായാലും അതിനെക്കുറിച്ച് രേണുസുതി എന്താണ് പറയുന്നത് കൂടെ നമുക്ക് കേട്ടു നോക്കാം. പിന്നെ ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. പ്രത്യേകിച്ച് എൻ്റെ പേരിൽ എന്തോ പിരിവ് നടത്തുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ ഒരിക്കലും ഞാൻ അറിഞ്ഞിട്ടാണ് എന്ന് നിങ്ങൾ ഒരിക്കലും പറയല് ഞാൻ അറിഞ്ഞിട്ടല്ല, എൻ്റെ സമ്മതത്തോടു കൂടിയല്ല. മനസ്സിലായോ? ഞാൻ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല എൻ്റെ അസുഖത്തിന് വേണ്ടി പിരിക്കണം എന്ന്, ഒന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇവിടെ ഒരു പക്ഷേ പലരും ക്രിറ്റിസൈസ് ചെയ്യാനില്ലെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും പണപ്പിരിവ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നല്ലതിന് വേണ്ടി ആയിരിക്കുമോ എന്ന് അറിയാൻ കഴിയത്തില്ല. ചിലരുണ്ട് രേണുസുതിക്ക് കൊടുക്കാം, നമുക്ക് കുറച്ച് പൈസ കളക്ട് ചെയ്യാം എന്ന് വിചാരിച്ച് ചെയ്യുന്നവരുണ്ടായിരിക്കാം. പക്ഷേ എന്താണ് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ 100-ൽ ചിലപ്പം 99 പേരും ശരിയായിട്ടുള്ള രീതിയിൽ, ഇല്ലെങ്കിൽ അത് രേണുസുതിക്ക് കൊടുക്കണമെന്ന തരത്തിൽ തന്നെ ആയിരിക്കും ഇങ്ങനെ പണപ്പിരിവ് നടത്തുന്നത്. എന്നാൽ 1% ആളുകൾ, ആ ആളുകൾ എന്തെങ്കിലും കുഴപ്പങ്ങൾ കാണിക്കും, ഇല്ലാത്ത കഥകൾ പറഞ്ഞ് പണപ്പിരിവ് നടത്തും. അതെല്ലാം അവസാനം ചെന്ന് ചേരുന്നത് രേണുസുതിയുടെ പുറത്തായിരിക്കും. ഒരു പക്ഷേ അങ്ങനെ ഒരു വാർത്ത വരുമ്പം പലരും തിരിഞ്ഞെന്ന് വരും. ഇപ്പം കിട്ടുന്ന കുറച്ചൊരു സ്വീകാര്യത പോലും അന്ന് കിട്ടാതെ വരും. ആ അവസരത്തിൽ പലരും പറയും, അവൾ രോഗാവസ്ഥയിലും അവളുടെ തനി നിറം കാണിച്ചു, അവൾ ശരിയല്ല, അവൾക്ക് ഇതല്ല, ഇതിനപ്പുറമുള്ള രോഗം വരണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു നടക്കും. ഇതൊന്നും വേണ്ട എന്ന് കരുതി തന്നെ ആയിരിക്കണം ഈ അവസ്ഥയിലും അങ്ങനൊരു പണപ്പിരിവ് നടത്തണ്ട എന്ന് രേണുസുതി പറയുന്നത്. അവിടെ രേണുസുതിക്ക് പൈസയുടെ ആവശ്യം നല്ല രീതിയിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ക്യാൻസർ എന്ന് പറയുന്ന രോഗം അത്ര നിസാരമല്ല, നല്ല പൈസ വേണ്ട സമയമാണ്, അതുപോലെ തന്നെ കൂടെ ആളും വേണ്ടതാണ്. കാരണം ഇതേ ഒരു അവസ്ഥ എൻ്റെ കുടുംബത്തും സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ മൂത്തമ്മയ്ക്കും ഇതേ ഒരു അവസ്ഥയായിരുന്നു. ഞാനും RCCയിൽ 2 ദിവസം നിന്ന വ്യക്തിയാണ്. എനിക്കറിയാം അതിൻ്റെ വിഷമം. ഇന്ന് ആ വ്യക്തി നമ്മുടെ കൂടെ ഇല്ല. ആ വ്യക്തി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്തുമാത്രം നഷ്ടമുണ്ടെന്ന് നമുക്കറിയാം. അതേ ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കും രേണുവിൻ്റെ കുടുംബവും കടന്നു പോകുന്നത്.
രേണുവിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആ കുടുംബത്തിലെ ഏക വരുമാനം എന്ന് പറഞ്ഞത് രേണുസുതി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് തന്നെ ഇങ്ങനൊരു അവസ്ഥ വരുമ്പോൾ അത് ആ കുടുംബത്തെ മുഴുവൻ നല്ല രീതിയിൽ ബാധിക്കും. പ്രത്യേകിച്ച് ആ കുഞ്ഞു കുട്ടിയെ. അവൻ വളർന്നു വരുന്നതേ ഉള്ളൂ. കിച്ചു ആണെങ്കിൽ ഇപ്പോൾ സ്വന്തമായിട്ട് പല കാര്യങ്ങളും ചെയ്തു വരികയാണ്. അങ്ങനെയുള്ളപ്പോൾ ആകെയുള്ള വരുമാനം എന്ന് പറയുന്നത് തന്നെ രേണുസുതിക്ക് കിട്ടുന്ന വരുമാനമാണ്. അതെന്തായാലും ഈ ഒരു അസുഖം വന്നതുകൂടി തന്നെ അതും മുടങ്ങിയിരിക്കുന്ന അവസ്ഥയാണ്. ആ അവസ്ഥയിൽ അവരുടെ കൂടെ നിന്നില്ലെങ്കിൽ തന്നെ അവർക്കേറെ ഇങ്ങനെയുള്ള പോസ്റ്റുകളും ആ കുടുംബത്തെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒരു സഹജീവി എന്ന തരത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഇനിയിപ്പം നിങ്ങൾ തെറി വിളിച്ചാലും രേണുസുതിയുടെ അസുഖം ഭേദമാവുന്നവരെ എൻ്റെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്കുകളെ വരത്തുള്ളൂ. അത് കഴിഞ്ഞ് പൂർണ്ണ ആരോഗ്യവതിയായിട്ട് വരട്ടെ, നമുക്ക് വിമർശിക്കാം. പക്ഷേ ഈ അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ ചെയ്യണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. രേണു റെസ്റ്റ് ഇൻ പീസ്. എനിക്ക് കൈ ഇത്രേ പൊങ്ങത്തുള്ളൂ, വേദനയാട്ടെ. റെസ്റ്റ് ഇൻ പീസ് എന്നൊക്കെ പറഞ്ഞാണ് ഇട്ടേക്കുന്നത്. അത് ഏത് മകനാണോ ആ ഇട്ടേക്കുന്നതെങ്കിൽ ആ മകനോട് എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. കാരണം അവൻ അവൻ്റെ റീച്ചിന് വേണ്ടിയിട്ട് അവൻ ചെയ്തതാണ്. ആരും ഇനി ഇതുപോലെ ജീവനോടിരിക്കുന്ന ഒരു വ്യക്തിയെ പറ്റി മരിച്ചെന്ന് ഇടരുത്. മരണമെന്ന് പറയുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അത് ഒരിക്കലും നമ്മുടെ ലൈഫിലേക്ക് പെട്ടെന്ന് കടന്നു വരല്ലേ എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഭവം തന്നെയാണ് മരണതുല്യമായ ഒരു രോഗം വന്ന റെസ്റ്റ് ഇൻ പീസ് എന്ന് ആദ്യമേ ഇടുന്ന മനുഷ്യരെ പറ്റി ഇതിനെയും കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. എൻ്റെ വ്ളോഗിലൂടെ പറയാനില്ല. കാരണം ഈ വ്ളോഗ് കാണുന്നവർക്കറിയാം എൻ്റെ അവസ്ഥ. ഇവിടെയൊക്കെ ആരോഗ്യവതിയായ ഒരു രേണു ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കത്തില്ല ചിലപ്പം പ്രതികരിക്കുന്നത്. അതിനെ ചിലപ്പോൾ രൂക്ഷമായിട്ട് പ്രതികരിച്ചേനെ, ആ പോസ്റ്റ് ഇട്ടവനെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേനെ. എന്നാൽ ഇപ്പോൾ അവരുടെ അവസ്ഥയിൽ അവർക്കതൊന്നും കഴിയില്ല. അവരുടെ മാനസികാവസ്ഥയും അത് തന്നെയാണ്. ഒരുപക്ഷെ എന്തുകൊണ്ടായിരിക്കും അവർ ഈ അസുഖം മറച്ചു വെച്ചതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ തളർന്ന് കാണുന്നത് മറ്റുള്ളവർ കാണണ്ട എന്നുള്ളൊരു വിചാരം അവർക്കുണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം പലരിൽ നിന്നും അത് മറച്ചു വെച്ചത്. ഇനിയിപ്പോൾ സബ്സ്ക്രിപ്ഷൻ എടുത്തതും അങ്ങനെയൊക്കെ കുറച്ച് പൈസ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണോ എന്നൊന്നും അറിയത്തില്ല. അതിനെയൊക്കെ പൂർണ്ണമായിട്ട് ന്യായീകരിക്കുന്നില്ല എന്നും പറഞ്ഞ് അതൊന്നും പൊറുക്കാൻ പറ്റാത്ത തെറ്റുകളാണെന്നൊന്നും പറയാൻ കഴിയത്തില്ല. എന്തായാലും രേണുവിൻ്റെ പ്രതികരണം തന്നെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും രേണുവിൻ്റെ ശാരീരികാവസ്ഥയും മാനസികാവസ്ഥയൊക്കെ മോശം അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന്. അതിലും ഇനി ആളുകൾക്ക് സംശയം കാണും, രേണു ഇതെല്ലാം അഭിനയിക്കുവാണോ, രേണുവിന് അസുഖമുണ്ടോ? ഇപ്പോഴും പലരും ചിന്തിക്കുന്നവരുണ്ട് ഇതൊക്കെ കള്ളത്തരമാണ്, രേണു ഇതൊക്കെ ആക്ട് ചെയ്യുവാണ്, നാളെ ഇത് കള്ളത്തരമായിട്ട് ഇത് വരും എന്ന രീതിയിൽ ചിന്തിക്കുന്നവരും കാണും. അതുകൊണ്ട് തന്നെ രേണുസുതി ആയാലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വലുതായിട്ട് ചിന്തിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ രേണുസുതി ഇപ്പോഴത്തെ രേണുസുതിയുടെ കണ്ടീഷനെ കുറിച്ചും പറയുന്നുണ്ട്. അതുകൊണ്ടൊന്ന് കേട്ടു നോക്കാം. പിന്നെ ഞാൻ പറയാൻ വന്നതിൻ്റെ കണ്ടീഷനെ പറ്റിയാണ്. ഇപ്പോൾ ഇതിപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നാളെ കഴിഞ്ഞും കീമോ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ബ്രസ്റ്റിൽ ഒരു ക്ലിപ്പ് ഇടണം. അത് ക്ലിപ്സ് എന്ന് പറയും. അത് ഈ സർജറി, ബ്രസ്റ്റിന് എന്തായാലും സർജറി ഉണ്ടാവും. സർജറിയിൽ ആ ട്യൂമർ വേഗം കണ്ടുപിടിക്കാൻ ഡോക്ടേഴ്സിൻ്റെ ഒരു ഇതാണ് ക്ലിപ്പ് ഇടുന്നത്. നമ്മളിപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല. നമ്മളങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ നല്ല രീതിയിൽ നടക്കട്ടെ. പിന്നെ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഉറക്കവും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. വേറെ ഒന്നുമല്ല, ഈ ടെൻഷൻ അറിയാമല്ലോ. ചുറ്റുമുള്ള ഒരുപാട് പേര് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ടും അല്ലെങ്കിൽ എന്നെപ്പറ്റി അപവാദം പറഞ്ഞെങ്കിലും പോലും ഞാൻ പതറാതെ നിന്ന് ഇപ്പോഴും ഞാൻ പതറിയില്ല. പക്ഷെ കുറച്ച് ദിവസമായിട്ട് ഈ അസുഖം ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത കൊണ്ടായിരിക്കണം, ഉറക്കമില്ല. അപ്പം ഇപ്പോൾ ഉറക്കത്തിന് ചെറിയ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. വലിയ കൂടിയതൊന്നുമല്ല, ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട്. അതും ഡോക്ടേഴ്സിൻ്റെ അനുവാദത്തോടു കൂടി തന്നെ അവർ പരിശോധിച്ചിട്ട് തന്നെ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ രേണുസുതിയുടെ അവസ്ഥ. ഈ അവസ്ഥയിൽ നിങ്ങൾ വിമർശിച്ചാലും അതിനെയൊന്നും നേരിടാനുള്ള മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയും അവർക്കില്ല എന്നുള്ളത് മനസ്സിലാവുന്ന രീതിയിലാണ് അവർ കാര്യങ്ങൾ പറയുന്നത്. ആ ഒരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഇനിയിപ്പം നിങ്ങൾ പറയുന്ന പലർക്കും ഞാൻ പറയുന്നത് ഇഷ്ടമല്ലാതെ വരും. അങ്ങനെയുള്ളപ്പോൾ മോശം കമൻറ്റ്സ് വരുമെന്നും എനിക്കറിയാം. ഒരുപക്ഷെ അതിലും നല്ലത് ഇനി ഇതുപോലുള്ള വീഡിയോകൾ വരാതിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇതുപോലുള്ള വീഡിയോകൾ ചിലപ്പോൾ ഞാൻ ചെയ്തെന്ന് വരും. ഇതിനു മുമ്പ് ഞാൻ രേണുസുതിയെക്കുറിച്ച് തുടരെ വീഡിയോ ചെയ്യുന്നൊരു വ്യക്തി അല്ലായിരുന്നു ഞാൻ. ഇനിയിപ്പം ഞാൻ ചിലപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്തെന്നിരിക്കാം. അങ്ങനെയുള്ളപ്പോൾ അത് ഇഷ്ടപ്പെടാത്തവർ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും നോട്ടിഫിക്കേഷൻ വരും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുക. ഇവിടേക്ക് എനിക്ക് പറയാനുള്ളത് ഈ ഒരു അവസ്ഥയിൽ സഹായിച്ചില്ലെങ്കിലും ദ്രോഹിക്കാതിരിക്കുക. എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ യു.